So guys, once again let's talk about the Avaradham universe of MRC Gang. നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് രണ്ട് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. ആ രണ്ട് പാട്ടുകൾ കുഴലൂതും പൂത്തിങ്കളെ. ഇനി രണ്ടാമത്തെ പാട്ട് ഓടക്കുഴൽ വിളി കേട്ടോ. ഈ രണ്ട് പാട്ടുകൾ ഇവന്മാർക്ക് മാത്രം സെപ്പറേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടുന്ന പാട്ടുകളാണ് സുഹൃത്തുക്കളെ. ഈ സംഭവം ഇവരുടെ ഈ ഒരു അപരാധ യൂണിവേഴ്സ് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തീയും പുകയൊക്കെ ഇങ്ങനെ കെട്ടടങ്ങി ഏകദേശം ഇങ്ങനെ സൈഡായിട്ട് പോയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാനെ കൊണ്ട് ഷമീർ തയ്യാറാവുന്നില്ല സുഹൃത്തുക്കളെ. കാര്യം ഷമീർ ഈ തൊപ്പിയായിട്ടായിരുന്നു ആദ്യം പ്രശ്നം എന്നുണ്ടെങ്കിൽ പിന്നീട് ഇവൻ തൊപ്പി വീസസ് ഷമീർ എന്നുള്ളത് മാറിയിട്ട് തൊപ്പി വീസസ് സീക്രട്ട് ഏജന്റ്, തൊപ്പി വീസസ് ലൈഫ് ഓഫ് അനന്തു എന്നുള്ള നിലയിലായിട്ട് ഇപ്പൊ ഷമീർ ഈ ഒരു സംഭവത്തിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ഈ ഒരു വിഷയത്തെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും തൊപ്പി ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ആണെങ്കിൽ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് തൊപ്പിയുടെ വിഷയം തന്നെ ന്യൂസിലൊക്കെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുമ്പ് ഇടയ്ക്കൊരു 1-2 വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷമീർ ഡ്രഗ് ടെസ്റ്റിന്റെ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും അവൻ പോയി ചെയ്യാനെ കൊണ്ടുള്ള മനസ്സ് കാണിച്ചില്ല, വളരെ നല്ലതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതിനകത്തും കള്ളത്തരം കാണിക്കായിരുന്നു സുഹൃത്തുക്കളെ. കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടാണെങ്കിൽ ആദ്യം ഇത് ആർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കേണ്ടത്, സീക്രട്ട് ഏജന്റിനായിട്ട് കൊടുക്കണോ അവർക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സായിച്ചേട്ടൻ ഇവൻ അയച്ചു കൊടുക്കുകയും പിന്നീട് സായിച്ചേട്ടൻ അയച്ചു കൊടുക്കുന്നൊക്കെ ഇങ്ങനെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് സായിച്ചേട്ടൻ തന്നെ പറഞ്ഞാൽ ഇവൻ ഈ അയച്ചേക്കുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സാധനത്തിൽ ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഫേക്ക് ആണ് എന്നുള്ള സാധനം സായിച്ചേട്ടൻ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഒരെണ്ണം നമ്മുടെ പഞ്ചാബിന്റെയാണ് ഇത് സാധനം ഇതിങ്ങനെ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനത് ഫേക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കാണിച്ചായിരുന്നു ആദ്യം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റിലത്തെ തൂക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവൻ രണ്ടാമത് പോയിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തിട്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും സായിച്ചേട്ടൻ വന്ന് തൂക്കി എടാ ഇങ്ങനെയൊന്നും അല്ല ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചടിച്ച് അണ്ണാക്കിലടിച്ച് ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷമീറിന്. എല്ലാം കഴിഞ്ഞ് 4 സൈഡിൽ നിന്നും സായിച്ചേട്ടനാണെങ്കിൽ അടിച്ചണ്ണാക്കി കൊടുത്തപ്പോഴത്തേക്കിന് അളിയൻ ഒരു സൈഡിൽ കൂടെ അങ്ങ് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം സായിച്ചേട്ടനായിട്ട് സീക്രട്ട് ഏജന്റായിട്ട് നമ്മൾ അത് ചെറിയൊരു തെറ്റിദ്ധാരണ പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട്. ഇവൻ വലിയ വെല്ലുവിളിയാണ് നടത്തിയത്. ഓക്കെ സീക്രട്ട് ഏജന്റ് അങ്ങനെ വേണം മറ്റേത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സായിച്ചേട്ടത്ത് പറഞ്ഞു. അതിന്റെ തൊട്ട് പുറകെ തന്നെ ലൈഫ് ഓഫ് അനന്തപുരത്തിന്റെ അടുത്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇവൻ റീസെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ തൊട്ടപ്പുറത്ത് കിക്കി കിടന്നിട്ടാണ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവങ്ങൾ ഫസ്മിനയ്ക്ക് പറയാനുള്ളത് പുറത്തുവിട്ടെ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ലൈഫ് ഓഫ് അനന്തപുരം ആണെങ്കിൽ ഫസ്മിനായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തുവാടാ ഇതൊക്കെ? എന്നിട്ടും ഇങ്ങനെ കിടന്ന് നീ ഒന്ന് ആലോചിക്കും, നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും എടാ അവരെങ്ങനെയാടാ പുറത്തിറങ്ങി നടക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തെ. നീ പറയുന്ന എല്ലാത്തിനെയും വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ വേണം മറ്റേന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നീ നിന്റെ തൊപ്പിച്ചേട്ടനെ എന്തോടാ പറയുന്നേ? മൂപ്പര് അയ്യോ തൊപ്പി ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തൊരു റെസ്പെക്ട് ആണ് നിനക്ക്. എൻ്റെ ഷമീറേ, ആദ്യം തന്നെ നമ്മുടെ ലല്ലൂമ്പി ഫസ്മിനയുടെ ലല്ലൂമ്പി ആണെങ്കിൽ തൊപ്പിയെ പറ്റിയിട്ടാണെങ്കിൽ മുമ്പ് ഒരിക്കൽ പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവർ പരിചയപ്പെട്ടതും തൊപ്പീനെ പറ്റിയിട്ട് ഫസ്മിനെ പറഞ്ഞേക്കുന്ന സംഭവങ്ങളും നമുക്ക് ആദ്യം തന്നെ ലല്ലൂമ്പി പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. ലല്ലും പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഞങ്ങൾ എറണാകുളം വാഗ്വേന്നാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ഇവളെ കുറെ സാഡ് സ്റ്റോറീസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ അവള് എന്നിലോട്ട് എത്തണേ. പറഞ്ഞ കഥകളൊക്കെ എന്തൊക്കെയായിരുന്നു? പറഞ്ഞ കഥകൾ അവന്റെ ഇതാക്കി പോയി. ആര്യ? അവളെ എക്സ് ഈ തൊപ്പി എന്ന പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. ഇനി ഫസ്മിന് പറഞ്ഞിരിക്കുന്ന കൂടുതൽ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട്. അതിന് മുന്നേ തന്നെ ആദ്യം അവൻ സായിച്ചേട്ടൻ്റെ അടുത്ത് നല്ല രീതിയിൽ കൊട്ടുകൊടുത്തിട്ട് കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്കും സായിച്ചേട്ടന്റെ വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം സായിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ബൈക്ക് കഥ ഓക്കെ, തൊപ്പിയും ഫസ്മിനെയും തെറ്റാനുള്ളതും ഈ ഫസ്മിനെ മാറിപ്പോയി ഇത്രയും ഡിപ്രഷൻ അടിച്ച് കുറേ കാലം ഇരുന്നതും ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങി ഇവരുടെ വിഷയങ്ങൾ നടന്ന സമയത്ത് ഫസ്മിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അടക്കം ഫസി ആ കാര്യങ്ങളൊന്നും തുറന്ന് വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലല്ലു ഇവൻ എന്നോട് പറഞ്ഞിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്മിന ഈ ബൈക്ക് കഥ ഫോണിൽ ഇങ്ങനെ തിരിഞ്ഞ് കട്ടിന് മുകളിൽ തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. മേ ബി ഫോണിലായിരിക്കാം അല്ലെങ്കിൽ ലല്ലുവിനോട് തന്നെ ആയിരിക്കാം. ഈ ബൈക്ക് കഥ പറയുന്നതിൽ ഒരു ക്യാരക്ടർ നീയാ ഷമീർ, മനസ്സിലായ? ഒന്ന് തൊപ്പി. എന്നിട്ട് ആ വീഡിയോ ഒരു 1 ടൈം എനിക്ക് ഈ ലല്ലു അയച്ചു. അപ്പോൾ അവൻ്റെ ആ വീഡിയോ ഉണ്ട്. ഞാനത് അന്ന് വിട്ടു, ഞാനതൊന്ന് വിശ്വസിച്ചില്ല. കാരണം എന്താ, എനിക്കിതിലേക്ക് തൊപ്പിനെ വലിച്ചിടാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനോ ഫസ്മിന എന്നോട് പറഞ്ഞിട്ടില്ല. ലല്ലൂബിയാണ് എന്നോട് ഈ കഥ പറയുന്നത്, മനസ്സിലായില്ല? ഫസ്മിന തെറ്റാനുള്ള കാരണം ആ വീട്ടിനകത്ത് കല്ലും പുല്ലും വലിച്ച് പരസ്പരം ആരാ എന്താന്നുള്ള ബോധവും ബുദ്ധിയില്ലാതെ തമ്മിൽ ഇത് ഊമ്പിക്കളിച്ച് നടക്കലാന്നുള്ളത് അന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ കഥകൾ പുറത്തു വന്നപ്പോൾ നിന്റെ വീഡിയോ എടുത്തത് തൊപ്പിയാണെന്ന് നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞപ്പോൾ തൊപ്പിക്ക് ആ സിറ്റുവേഷനിൽ നിന്നോടോ മമ്മൂനോടോ ഒരു തരത്തിലും എന്തില്ല, ഒരു ഇഞ്ച് പോലും സംശയമില്ല. അല്ലെങ്കിൽ നിങ്ങളോട് റിവെഞ്ച് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവനെതിരാന്നുള്ളതിന് മനസ്സിൽ പോലും ആയിട്ടില്ലാത്ത കാലത്ത് നീ ഇരുന്ന് നിന്റെ കയ്യിൽ പിടിക്കുന്ന ആ ഒരു വീഡിയോ, അതിൽ ഈ പറഞ്ഞ അമ്മു നിന്റെ അടുത്ത് വരുന്ന ഒരു സാധനം തൊപ്പി എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് എന്താണാ നിന്നോട്
സ്വന്തം പാർട്ട്ണർ പോയ വേദനയോ? എന്തിനാ എടുത്തു വെച്ചത്? അല്ല, എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ. ഷമീർ പറ, ഈ തൊപ്പി പറ. വലിച്ചിടരുത്, തന്നെ ചീന്തി കീറും ഞാൻ എല്ലാത്തിനും. ഇങ്ങനെ ചീന്തി കീറുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ഷമീർ സായി ചേട്ടനുമായിട്ട് നേരെ ഒന്ന് കൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സായി ചേട്ടനുമായിട്ട് ഇപ്പം വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇവൻ കിക്കിൽ സ്ട്രീം ചെയ്തപ്പോൾ പറഞ്ഞേക്കുന്ന സംഭവം നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ അല്ല മോനെ, ഏജന്റുമായിട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു പ്രശ്നവും. ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതില് ഞാൻ ട്രിഗർ ആയതാ, മനസ്സിലായോ? അത് നമ്മള് പറഞ്ഞ് സോർട്ട് ചെയ്ത് തീർത്ത്. കൂടുതൽ മൂപ്പരോട് പറഞ്ഞ പോലെ തോന്നി, അതുകൊണ്ട് പിന്നെ ഒരു അപ്പോളജൈസ് പറഞ്ഞു, അത്ര തന്നെ. ഇനിയിപ്പോ എന്തായാലും ആ വഴിക്ക് പോകണം. കൊച്ചിയിലേക്ക് പോകുമ്പോ മൂപ്പര് പറഞ്ഞു ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യാന്നൊന്ന് പറഞ്ഞു. എന്താണെങ്കിലും കരഞ്ഞ് കാല് പിടിച്ച് എൻ്റെ പൊന്നണ്ണ എന്നെ വെറുതെ വിട്ടേക്ക്, അണ്ണൻ വന്ന് തൂക്കി അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഷമീർ പറഞ്ഞു അണ്ണ സോറി ഉണ്ടെന്ന് വിട്ടേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷമീർ ആ ഒരു സാധനം ഇപ്പോൾ കോബ്രൈസ് സാധനങ്ങളാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം, സായി ചേട്ടൻ ഈ സാധനങ്ങൾ പുറത്ത് പറയാൻ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സാധനം അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷമീർ എന്താണെങ്കിലും നൈസായിട്ട് വലിഞ്ഞിട്ട് എൻ്റെ പൊന്നണ്ണ ചതിക്കല്ല കേട്ടോ, ഒന്നാമത് മാറിയിരിക്കണം. അതിൻ്റെ പുറത്ത് ഇവന്മാരുടെ വെല്ലുവിളി അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉമ്മാർ മറ്റേ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെല്ലുവിളി, അതിൻ്റെ പുറത്ത് എടാ ഉഡായിപ്പായിക്കും എന്ന് കരുതിയിട്ട് തന്തയില്ലായ്മയുടെ മേളിൽ തന്തയില്ലായ്മ ഒന്ന് കാണിക്കരുത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറയുന്ന ആരോടെ കേൾക്കുക. ആലോചിക്കണം, ഈ പറയുന്ന ഉമ്മാരുടെ ബൈസൈക്കിൾ പരിപാടിയിൽ തൊപ്പി ഷമീറിന്റെ പേരൊക്കെ തന്നെ ഫസ്മിന് പറഞ്ഞേക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇനി ഫസ്മിന് തന്നെ പറയാൻ നമുക്കും കേൾക്കാം. മനസ്സിലായോ? അപ്പോൾ ഫസ്മിനെ ഈ കഥ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഗൾഫ് പോയെ? എന്തിനാണ് ഫസ്മിനയുമായിട്ട് ഈ പറഞ്ഞ തൊപ്പി റിലേഷനിലായ സമയത്ത് ഈ പറഞ്ഞ ഷമീർ ദുബായി പോയത്? ഫസ്മിന ഒന്ന് പറയണത്, ഞാനല്ല, ഫസ്മിന ഒന്ന് പറയണം ഇതിന്റെ കംപ്ലീറ്റ് കഥ. ഇവന്മാരുടെ മാറിയ ഈ ചെറ്റക്കളി ഫസ്മിനയ്ക്ക് പറയാൻ പറ്റും. ഇനിയെങ്കിലും ഫസ്മിനയ്ക്ക് പറയാൻ പറ്റും, ഫസ്മിന പറ. ഇല്ലെങ്കിൽ നീ പറഞ്ഞ ബാക്കി യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഉണ്ട് ഫസ്മിന ഇത് പറഞ്ഞു, ഇത് അറിയാവുന്ന ഒരുപാട് പേര്. ഞങ്ങൾ പരസ്പരം നമ്മൾ സംസാരിച്ചപ്പോൾ അടക്കി ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ഇത് വൃത്തികേടാണ്, ഇവന്മാരെ പേഴ്സണൽ ലൈഫ് പോകും. പക്ഷെ ഇവന്മാരൊക്കെ ചെറ്റകളാണ്. ഇവന്മാർക്കൊന്നും നീ എന്തിനാണ് ഗൾഫിൽ പോയത്? ഫസ്മിനെയും ഇതുപോലെ തൊപ്പിയും തമ്മിലൊരു ബന്ധം, ദാമ്പത്യ ബന്ധത്തിലോട്ട് കടക്കുമ്പോഴത്തേക്കിന് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട തൊപ്പിച്ചേട്ടൻ നിന്നെ വിട്ട് പിരിഞ്ഞു എന്നുള്ള ആ ഒരു നഷ്ടബോധം താങ്ങാൻ വയ്യാതെ ഡിപ്രഷൻ അടിച്ചിട്ട് കയറിപ്പോയായിരുന്നോടാ നീ ഗൾഫിൽ? എന്തിനാടാ കൂട്ടാ നീ ഗൾഫിൽ പോയത് ആ സമയത്ത്? പിന്നെ ഫസ്മിനാന്റെ വീഡിയോ തൊപ്പിയും ഫസ്മിനും ഉള്ളതടക്കം ഈ പറഞ്ഞ ഷമീറിനും ടീമിനും ഈ തൊപ്പി കാണിച്ചു കൊടുത്തിട്ട് ഇവരുടെ പേഴ്സണലി ഇവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സാധനം. ഫസ്മിനെ പേടിയതാ, തൊപ്പിന്റെ ഇവരുടെ പേഴ്സണൽ വീഡിയോസ് ഉണ്ട് ഫസ്മിനെ തൊപ്പിന്റെ. ഇത് ഷമീറിനും ടീമിനും തൊപ്പി കാണിച്ചു കൊടുത്തു എന്ന് ഷമീർ തന്നെ ഫസ്മിനാനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വോയിസ് റെക്കോർഡൊക്കെ ഓൾറെഡി വന്നതാ. അപ്പൊ അതിന്റെ മുകളിൽ എന്തെങ്കിലും ത്രെറ്റനിങ് ചെയ്യാനോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി ഒതുക്കാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങൂല മക്കളെ. തന്തയില്ലായ്മ കാണിച്ചോ, അതൊരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. അതാണ് എനിക്ക് ഉമ്മാരത് പറയാനുള്ളത്. എടാ, ഒരാളുമായിട്ടുണ്ടായിരിക്കുന്ന ഇപ്പം റിലേഷൻ എന്നുള്ള വിട്ടേക്ക്, ഇപ്പോൾ ഫ്ലേർട്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പോ സിറ്റുവേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിക്കോട്ടെ. എടാ, അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം ഇത് എടുത്തു വെക്കുന്നത് തന്നെ ആണെങ്കിൽ ഏറ്റവും വലിയൊരു മറ്റടുത്ത പരിപാടിയാണ്. അതിൻ്റെ പുറത്ത് അത് ബാക്കിയുള്ളവരെ കാണിച്ചത് ആസ്വദിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് മെനയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ആലോചിച്ച് നോക്കണം, ഇത് കാണിച്ചേക്കുന്ന അവൻ്റെ തൊപ്പിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷമീറിനാണ്. അതുകൂടെ ഉണ്ട്, തൊപ്പിയുടെ ഷമീർക്കയും ഷമീർക്കയുടെ തൊപ്പിച്ചേട്ടനും അല്ലേ. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് ഇവൻ ലൈവിനകത്ത് പറഞ്ഞേക്കുന്ന അടുത്ത കുറച്ച് സാധനമുണ്ട് കിക്ക് സ്ട്രീം ചെയ്ത സമയത്തേക്ക് നമുക്കിനി അതുകൂടെ കേൾക്കാം. അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞൊക്കെ. മോനെ ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. അത് മന്ന വെച്ച് വീഡിയോ ഇട്ടാൽ ഓന് ഗുണം ഉണ്ടാകും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും. ഓൻ്റെ ഒന്നും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ വാണം, ഓനല്ലേ ഈ പറഞ്ഞ പോലെ ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. ഓൻ്റെ ഒന്നും പേര് ഞാൻ പറഞ്ഞില്ല. അതായത് ഇവനെയൊക്കെ വെച്ച് വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഇവൻ പറയുന്നത്. അപ്പം എനിക്ക് ഷമീറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നീ ഈ പറയുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് മറ്റേ കുഴലൂത്ത് സംഘത്തിന് മറ്റേ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് നീ വീഡിയോ ഇടുന്നത്? എടാ, എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുന്നത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്, അല്ലാതെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിന്റെ കൂട്ട് കുഴലൂത്ത് സംഘത്തിന് പണം പിരിച്ചു കൊടുക്കാനെ കൊണ്ടല്ല ഇതുപോലെ ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഈ പറയുന്ന നീ എന്ന ഷമീർ എന്ന് പറയുന്ന ഒരുത്തിന് ആൾക്കാർ അറിഞ്ഞ എങ്ങനെയാണ്? തൊപ്പി എന്ന് പറയുന്ന നിന്റെ തൊപ്പിച്ചേട്ടായി ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് നിന്നെ അറിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൊപ്പി ഉള്ളപ്പം ആ ബാക്കിയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സ്നേഹം കാണിച്ചിരുന്നത് ഷമീറിൻ്റെ അടുത്താണ്. കാര്യം ഷമീറിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിന്റെ തൊപ്പിച്ചേട്ടായി ഉള്ളതിന്റെ പേര് മാത്രമാണോ നിന്നെ 10 പേര് അറിയുന്നത്? അത് നീ മനസ്സിലാക്കുക.
ഇപ്പോഴും നീ ചെയ്യുന്നത്, നിന്നെ വെച്ചിട്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് എടാ നിനക്ക് ഇപ്പോഴും നിന്റെ സ്ട്രീമിൽ ആൾക്കാർ വരുന്നത് നിന്നെ തെറി വിളിക്കാനും അതുപോലെ നിന്റെ ഈ ഒരു തൊപ്പിയായിട്ടുള്ള വിഷയത്തിലെ ഈ സംഭവങ്ങളുടെ പേരിലുള്ള ഇത് മാത്രമാണ്, അല്ലാതെ നിനക്ക് എന്ത് തേങ്ങയാണുള്ളത് എന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് മറുപടിയാണുള്ളത് എന്നാണെങ്കിലും അനന്ത് ബ്രോനെ കയറി ഇവൻ ചൊറിഞ്ഞു. മുമ്പൊരിക്കൽ ഫസ്റ്റിനായിട്ട് അനന്ത് ബ്രോ സംസാരിച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു, അതിലെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുടലൂത്ത് കഥകൾ നമുക്കൊന്ന് കേൾക്കാം സുഹൃത്തുക്കളെ. നടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പിയോ? തൊപ്പി ഈ എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ലേ ഷിബിലി അല്ല തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്, അതുള്ള കാര്യോ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളീനെയും ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യമായിട്ടാണ് ഫസ്മിന പറഞ്ഞേക്കുന്നത്. ഷമീറിന്റെ തൊപ്പിച്ചാട്ടായിനെയും കൂടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫസ്മിനെ കണ്ടു. പുള്ളീനെയും ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ കണ്ണാലെ പാത്തത്, അവന്മാര് തമ്മിൽ കോൽക്കളികൾ നടത്തുന്നത് കണ്ണാലെ പാത്തത്. കിടക്കുമ്പം ഇവര് കിച്ചണില് ഞാൻ ആ ഇതിൽ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളല്ലാണ്ടായി പോകും. ഇവന്റെയൊക്കെ കല്ലും പഞ്ചാബും അടിച്ചു കയറ്റി കഴിഞ്ഞാല് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നുള്ളത്. അപ്പൊ പിന്നെ ആ ഒരു സാഹചര്യത്തില് ഇവന്റെയൊക്കെ മുന്നിൽ ഏതൊരു വ്യക്തി വന്നാലും സ്വന്തം അമ്മ പെങ്ങന്മാര് വന്ന് നിന്നെന്ന് പറഞ്ഞാൽ പോലും ഇവന്മാർ ഈ രീതിയിലായിരിക്കും ചെയ്യുക. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ പുറത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവന്മാരുടെയൊക്കെ അധോലോകത്തെ പറ്റിയിട്ട്. പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, നമുക്ക് നമ്മളല്ലാണ്ടായി പോകും, അങ്ങനെ മാറിപ്പോയതാണ് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് അവരെ ഡൗട്ടായിരുന്നു. പിന്നീട് അവർ എന്ത് കാണിക്കുമ്പോൾ എനിക്ക് ഡൗട്ടായി തുടങ്ങി. സ്വാഭാവികം. ഒരു തവണ അവന്മാർ ഈ രീതിയിൽ പരിപാടികൾ കാണിക്കുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഒന്ന് തോളെ കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഇതിനകത്ത് ഇനി അത് ഉദ്ദേശിച്ചിട്ടാണെന്നുള്ള ഡൗട്ട് തോന്നും. സ്വാഭാവികം. മമ്മൂടെ കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക് ഷമീർ ഇങ്ങനെ പറയായിരുന്നു, തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം അങ്ങനെയൊക്കെ. അത് ഇടയ്ക്ക് നമ്മളും ഇതുപോലെ ഇവന്മാര് തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാര്യം തൊപ്പിക്ക് മമ്മു കൂടെ വേണം, കാരണം മമ്മു വന്ന് ഓടക്കുഴൽ വായിച്ചാൽ മാത്രമാണ് തൊപ്പിയുടെ നാദങ്ങൾ പുറത്തോട്ട് വരിക എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഷമീർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എൻ്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ പോയത് നന്നായി, ഇവനിവിടെ കയറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പം ഷമീർ ലൈക്ക് അവരെല്ലാരും അങ്ങനെയായിരുന്നു ആ ടൈമില്, ഷമീറും അങ്ങനെയായിരുന്നു. ഓഹോ ഇല്ല, ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ ആണ്. മമ്മൂനൊക്കെ ആക്രാന്തമാണ്. അതാണ് മറ്റേ ഇല്ലേ കുളിസീൻ കാണാനെ കൊണ്ട് ഒളിഞ്ഞു നോക്കിയതിന്റെ സീനൊക്കെ നേരത്തെ അവൻ പറഞ്ഞ് ഇതുപോലെ എയറിലായിട്ടുണ്ടായിരുന്നല്ലോ. എടേ ഇവൻ ഒരു ചുള്ളിക്കമ്പയിൽ ഒരു സാരി ചുറ്റിയാലും അതിന്റെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഈ മമ്മു ഒക്കെ. ഇവന്റെ ഒക്കെ മുന്നിൽ ഒരു പെൺകുട്ടിയെ എത്രയോ ആൾക്കാർ, എത്രയോ ചെറിയ പെൺകുട്ടികൾ ഇവരുടെയൊക്കെ മുന്നിൽ പോയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ അവരെയൊക്കെ ഇവന്മാരൊക്കെ ഏത് കണ്ണിലാണ് നോക്കിയത് പോട്ടെ, അതിനുശേഷം നോക്കിയത് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കേട്ടോ. എന്നാലും അതിനുശേഷം ഇവന്മാർ കൊണ്ടുപോയിട്ട് ചെയ്തേക്കുന്ന പരിപാടികൾ, എന്നിട്ട് ഇതൊക്കെ പൈസ കൊടുത്ത് ഒതുക്കി തീർത്തേക്കുന്നതിന്റെ വേറെ കുറെ സ്കീമ് കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിയേക്കാം കാണുന്ന പോലെ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ കിട്ടിയോണ്ടായിരിക്കും ഇത്രയും നാളും ഒരാളും തിരിച്ചറിയാണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് നിന്നതായിരിക്കും. ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ എന്തോ കൊണ്ടുവരിക പരിപാടി ഉണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അവർ അത് ഷമീർ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രായപൂർത്തിയാവാത്ത ലക്ഷദ്വീപിലെ 2 പെൺകുട്ടികൾ വന്ന സമയത്തേക്ക് ഒരാളുടെ അടുത്ത് ഷമീറിന് ഒരു പെൺകുട്ടിക്ക് താല്പര്യം തോന്നി, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കാണിച്ച് നിന്നുവെന്നും ആ സമയത്തേക്കിന് തൊപ്പി അത് കണ്ടിട്ട് ഈഗോ അടിച്ചിട്ട് ആ പെൺകുട്ടിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാറിൽ വേറെ എന്തൊക്കെയോ ചെയ്തു എന്നും ഇത് പിന്നീട് റാംബോ പറയുന്ന വോയിസ് പുറത്തു വരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഷമീർ ഇവന്മാരൊക്കെ ഈ പറയുന്ന അപരാധങ്ങളെ മൊത്തം കാണിച്ചു കൂട്ടിയിട്ട് പിന്നെയും കിടന്ന് വെല്ലുവിളിയാണ്. ഇങ്ങനെ കടന്നിട്ട് നാണം കെട്ടി നാറി അച്ചാറായിട്ടും പിന്നെയും കിടന്ന് വെല്ലുവിളിയാണ്. എടാ എന്ത് കണ്ടിട്ടാടാ ഈ തിളക്കിയത്? നിന്റെ തൊപ്പിച്ചാട്ടായി ഒളിവിൽ പോയേക്ക, ഇനി തൊപ്പിച്ചാട്ടായി ഇല്ല നിനക്ക് ഈ ജോയിന്റ് വെച്ച് തരാനെ കൊണ്ട്. ഓക്കെ, അത് നീ മനസ്സിലാക്കുക.
അത്രേ ഉള്ളൂ. തല്ലായിട്ടുണ്ട്. തല്ലായി എന്നെ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പൈസ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇത്ര അവിടെ നല്ല രീതിക്ക് തന്നെ ഇവന്മാർക്ക് കല്ലും കിട്ടുന്നുണ്ട്, പിന്നെ നമ്മളെ പഞ്ചാബിനെയും കിട്ടുന്നുണ്ട്. പോരാത്തതിന് മറ പെണ്ണുപടി അവിടെ നൈസായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെണ്ണില്ലെങ്കിലും അമ്മമാർക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. ഇത്രയും കിട്ടുന്ന സമയത്തേക്ക് എന്തിനാണ് ക്യാഷിന്റെ ആവശ്യം? എന്താണ്? അതുകൊണ്ട് തന്നെ ഇത്രയും നാളും 1 രൂപ പോലും കിട്ടിയില്ല എന്നുള്ളൊരു രീതിയിൽ ഇത്രയും നാൾ അവന്മാർ നിന്നു. അപ്പോൾ പിന്നെ എന്ത് പറ്റിയിട നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? തൊപ്പിച്ചാട്ടായി നിന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു, അതാണോ നിനക്ക് പറ്റിയ വിഷമം? അതുകൊണ്ടാണോ പെട്ടെന്ന് ഒരു ദിവസം നീ ഇങ്ങനെ മാറിപ്പോയത്? അതാണോ ശരിക്കും നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ഇവൻ ദേഷ്യം വന്ന ആര് വേണേ തല്ലും. ഇപ്പൊ എന്നെ തന്നെ കുറെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഷെമീറിനെ ഒന്നും ചെയ്തില്ല. ഷെമീറായിട്ട് ലൈക്ക് അവർ തമ്മിലൊരു പ്രത്യേക, അതാണ് ഞാൻ ഞെട്ടിയത് ഷെമീർ ഇതൊന്ന് പറയണമെങ്കിൽ. ബിക്കോസ് ഷെമീർ, ഞാൻ പറഞ്ഞില്ലേ അവന്റെ തൊപ്പിച്ചേട്ടായുടെ ഷെമീർ ഖാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നുള്ളി നോക്കാൻ പറ്റുമോ? ഇല്ല. അത്രയ്ക്ക് വലിയ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഇവൻ പിന്നീട് ഗൾഫിൽ പോയേക്കുന്ന ഒരു സാഹചര്യം വന്നത്? തൊപ്പിച്ചേട്ടായും അവന്റെ അത്രയും പ്രിയപ്പെട്ട, അവൻ എത്രയും സ്നേഹിക്കുന്ന അവന്റെ തൊപ്പിച്ചേട്ടായി മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാകാൻ പോവുകയാണ് എന്നറിഞ്ഞ നിമിഷം അവനിത് താങ്ങാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. അവന് ഡിപ്രഷനായി. അവൻ ഡിപ്രഷന്റെ പടുകുഴിയിലോട്ട് വീട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ആ കാഴ്ച അവന്റെ കണ്ണാലെ നഗ്ന നേത്രങ്ങളായിട്ട് അവന് കാണാൻ കഴിയാത്തത് കൊണ്ടും അവൻ നാട് വിട്ടു. എന്റെ ഷെമീറേ, കൂട്ടിരിക്കുന്ന ഒരാളാ. അപ്പം ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ അതാണ് എനിക്കൊരിത്. അത് തന്നെ, തൊപ്പിച്ചേട്ടായി നമ്മുടെ ഷമീർ ഖായും ഈക്വൽ ആണ്. കുറച്ച് എത്തിക്സ് ഉള്ള മുനുവിന് മാത്രമേ ഉള്ളൂ. മുനു ഗേൾസ് ആയിട്ട് ഒരു ഇടപാടില്ല, ഡ്രഗ്സിന്റെ ഒരു ഇതുമില്ല, സിഗരറ്റ് പോലും വലിക്കത്തില്ല. അത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് മുനുവിന്റെ ആണെങ്കിൽ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്ന കാര്യം, ഇതുപോലെ ഇതുപോലെ ഒരു പെണ്ണ് വിഷയത്തിൽ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് മുനു ഇതുപോലെ നേരിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് മുനുവിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. മുനു ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, മുനു നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള മുനുവിന്റെ വീഡിയോ പിന്നീട് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും നീറ്റാ. അതുകൊണ്ടാണ് മുനുവിന് ആ ഒരു ഇതിൽ അവൻ വെച്ചേക്കുന്നത്. കാരണം മുനുവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഞാൻ വെക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു അനന്തപുരോന്റെ വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഫസ്മിനെ പറയട്ടെ, അവരെന്തിനാണ് പറയുന്നത്? ഇവനെന്തിനാണ്? അവൻ വാണമാണ്, അവൻ അണ്ടർറേറ്റഡ് ആണ്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി അങ്ങ് ചൊറിഞ്ഞു, സാധനം എടുത്തങ്ങ് പുറത്തോട്ടിട്ടു. എടാ എന്തിനാടാ, എന്ത് കണ്ടിട്ടാടാ നീ തിളയ്ക്കുന്നത്? എടാ നീയൊക്കെ എന്തൊക്കെ ഡ്രാമ കാണിച്ചിട്ട് അതെല്ലാ ആൾക്കാർ പൊളിച്ചെടുക്കുകയാണ്. നീയൊക്കെ നാറി നീയൊക്കെ കോൽകളിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ ആവുമോ എന്നാ വേണമെങ്കിൽ നീ അയക്കും, അതൊക്കെ നിന്റെയൊക്കെ താല്പര്യമാണ് എന്ന് കരുതിയിട്ട് പിന്നെയും വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിച്ചിട്ട് വെല്ലുവിളിയാണ്. അവൻ വേണോ? ഫസ്മിനെ പറയട്ടെ. ഫസ്മിനെ പറഞ്ഞ കാര്യങ്ങൾ ഇത് പത്തോ? ഇനി നിനക്ക് എന്നാ പറയാനുള്ളത്? പിന്നെയും കിടന്ന് വെല്ലുവിളിയാണ്. ഇനി നീ മിണ്ടുന്നോറും നീ പിന്നെയും നാറിക്കൊണ്ടിരിക്കുന്നുള്ള എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ഈ അപരാധങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരെ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.